പണ്ടൊരു കാലത്ത് ഒരു വണ്ടി ഒരു ഏരിയയിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത് മീൻസ് ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ വണ്ടി പറഞ്ഞിട്ടായിരിക്കും. ഇന്ന് പോളോ അതേ കണക്കായിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു ഭയങ്കര ആഗ്രഹമാണ് പോളോ GT ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര പ്രൗഡാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എല്ലാവർക്കും ഒരു പോളോയെ കുറിച്ച് അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു ചിന്ത. ഇതിലിപ്പോൾ നമുക്ക് ഇത് ടൊമാറ്റോ ഒരു കസ്റ്റമറാണ്. ഇതിനകത്ത് പുള്ളിയുടെ ആവശ്യങ്ങൾ വളരെ ജെന്യൂനാണ്. പുള്ളിക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തുള്ള സീറ്റ് വേണം. ഒരുപാടുള്ള പുള്ളിയുടെ പുള്ളി എന്നോടൊരു ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിത് പറയുന്നില്ല. റൂഫ് ഉണ്ടാവും, ബാക്കി അത്യാവശ്യം ഇന്ത്യയിൽ കുറച്ചുണ്ടാവും. സീറ്റും എന്താണ് ചെയ്യുന്നത് പറയുന്നില്ല. എന്തായാലും ഇത് വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം. നമ്മൾ കുറേ ദിവസമായിട്ടൊരു പോളോയുടെ വർക്കിൻ്റെ പുറകെയായിരുന്നു, ഒരു ഇന്ത്യൻ്റെ വർക്കിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്തെന്ന് നോക്കാം. നോർമലി നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യുന്ന ഒന്നിൽ ജെന്യൂൻ ലെതർ നോക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതർ നോക്കും. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫാബ്രിക് സെൻട്രൽ പോർഷൻ ഫുൾ ഫാബ്രിക്കാണ്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് വരുന്ന, അതായത് GT വരുന്ന അതേ മെറ്റീരിയൽ, ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുത്തിയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യനകത്ത് സീറ്റ് അത്യാവശ്യം നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. GT വരുന്ന രീതിയിലുള്ള മോൾഡ് ചെയ്തിട്ടുണ്ട്. മോൾഡ് ചെയ്തത് പോരാഞ്ഞിട്ട് ക്വാളിറ്റി നമ്മൾ ഒത്തിരി അധികം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനകത്ത് മെയിൻലി ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് സെൻട്രൽ പോർഷൻ ഫാബ്രിക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. ആ സീറ്റിൻ്റെ ഒരു ഭംഗിയും ഇരിക്കാനുള്ള കംഫർട്ടും എല്ലാം ഈ ഫാബ്രിക് തന്നെയാണ്. നിരവധി കസ്റ്റമർ ഈ ചൂടിൻ്റെ പ്രോബ്ലം പറയുന്നുണ്ട്, ലെതറിൻ്റെ അലർജി. അതങ്ങനെ ഒരു പ്രശ്നം നോർമലി ഇല്ലെങ്കിൽ തന്നെ ഒത്തിരി പേര് ചോദിച്ചൊരു സംഭവമാണ് ഈ ഒരു സെൻട്രൽ പോർഷൻ ഫാബ്രിക്. ഞങ്ങൾ ഫാബ്രിക് പൊതുവേ ചെയ്യൽ കുറവായിരുന്നു. ഇപ്പോൾ GTയുടെ ഈ ഒരു മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തെടുത്തതാണ്. അല്പം കോസ്റ്റ് താരതമ്യേന മറ്റതിനേക്കാൾ ഈ സെൻട്രൽ പോർഷൻ വരുന്ന സാധനത്തിന് അല്പം കോസ്റ്റ് ഉണ്ട് ഈ മെറ്റീരിയലിന്. കാര്യം അത് പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇതിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ പില്ലേഴ്സ് ABC 3 പില്ലേഴ്സും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 പില്ലേഴ്സും ഈ ഫാബ്രിക് ഈ നമ്മുടെ ആർട്ടിഫിഷ്യൽ ലെതർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ റൂഫ് നമ്മൾ പ്രീമിയം വണ്ടികൾ ചെയ്യുന്ന പോലെയുള്ള ആ മെറ്റീരിയൽ തന്നെയാണ്. അതിനകത്ത് റൂഫ് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് അതിനകത്ത് ഇൻഡ് ചെയ്തത്. പിന്നെ ചെയ്തിട്ടുള്ളത് ആംബ്രസ്റ്റ് സെൻറ്റർ കൺസോൾ ലെതർ ചെയ്തിട്ടുണ്ട്. ദെൻ ഗിയർ ബൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് ഇതിനകത്ത് ലെതറിനകത്ത് ചെയ്തിട്ടുള്ളത് വെച്ചാൽ റെഡ് സ്റ്റിച്ച് മാത്രം മാറ്റി ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്.